ഫർസിയുടെ 4ാമത്തെ ഔട്ട്ലെറ്റ് നമ്മുടെ കോട്ടയത്തെ മണിപ്പുഴയിലും. നാവിൽ കൊതിയൂറ് ഫുഡ് എവിടെയുണ്ടോ അവിടെ എസ്കേ. അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. യമൻ വിഭവമായിട്ടുള്ള സുറൂബിയൻ റൈസിലുള്ള സുറൂബിയൻ മന്തിയും ബീഫ് റിബും ബീഫ് തവയും ആ ഒരു ബീഫ് സ്റ്റോക്ക് ഗ്രേവിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഇടുന്ന ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയാൻ പറ്റത്തില്ല. അടുത്ത ട്രഡീഷണൽ യമൻ വിഭവമായിട്ടുള്ള മന്തിയും അറബിക് വിഭവമായിട്ടുള്ള അൽഫാമിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള അൽഫാം മന്തികളാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത ഹണി നട്ട്സ് അൽഫാമാണ്. നല്ല ടേസ്റ്റ്, കാര്യം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടം. അടുത്ത ഐറ്റം പെരി പെരി അൽഫാമാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കാര്യം നല്ല എരിവുള്ള. അടുത്ത ഐറ്റം നമ്മുടെ കാന്താരി അൽഫാം. അത് വേറെ ലെവൽ സാധനം തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മസാല ഷവായ, അറബിക് വിഭവമായിട്ടുള്ള ഷവായിൽ മസാല ചേർത്തുണ്ടാക്കുന്നത് മസാല ഷവായ. ഈ മന്തി റൈസും മസാല ഷവായും കൂടെ ആകുമ്പോഴത്തേക്ക് സംഭവം വേറെ. അടുത്ത നമ്മുടെ കേരളത്തിന് സ്വന്തം കോഴിക്കോടൻ വിഭവമായ ഉലുക്കി സർബത്തുകൾ. അതിൽ നമ്മൾ 4 ഫ്ലവേഴ്സാണ് ട്രൈ ചെയ്തത്. പൈനാപ്പിൾ, ഓറഞ്ച്, വാട്ടർമെലൺ, മുന്തിരി. 4ഉം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ലാസ്റ്റ് നമ്മൾ അറബിക് ഡെസേർട്ട് ആയിട്ടുള്ള കുനാഫയിലേക്ക് കിടക്കുകയാണ്. കുനാഫ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം മൂടിയെത്തുന്ന മധുരം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ കുനാഫയ്ക്ക് അത്രയ്ക്കും മധുരമില്ല. സംഭവം സൂപ്പർ ആയിരുന്നു. അത് നല്ല ക്രീമിഷ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വീണ്ടും വീണ്ടും കഴിക്കാൻ ഒരു കുനാഫ. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് സ്പോട്ടുകൾക്ക് നമ്മുടെ പേജിൽ ഒന്ന് ഫോളോ ചെയ്യണം. നമ്മുടെ ഫർസി അറബിക് കഫേയുടെ ലൊക്കേഷൻ വരുന്നത് കോടിമത മനോരമ വർക്ക് യൂണിറ്റിന് നേരെ ഓപ്പോസിറ്റ് സൈഡ്.